തിരുവാഭരണ ഘോഷയാത്ര ഇലവുങ്കലിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പുമായിട്ട് തീർത്ഥാടക ലക്ഷങ്ങൾ ഇലവുങ്കൽ കാത്തു നിൽക്കുന്നു എന്ന് ആദിത്യൻ ഓമനക്കുട്ടൻ ഇലവുങ്കലിൽ നിന്ന് നമ്മളൊപ്പം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതര സംസ്ഥാനത്തു നിന്നുള്ള അയ്യപ്പ ഭക്തരുടെ എണ്ണമാണ് അവിടെയും വർദ്ധിച്ചിരിക്കുന്നത്. ഇലവുങ്കലിൽ നിന്ന് നിലയ്ക്കലിലേക്കുള്ള യാത്ര, അവിടെ നിന്ന് കാനനപാത വഴിയുള്ള യാത്ര, അങ്ങനെ യാത്ര തുടർന്ന് വൈകിട്ടോടുകൂടിയാണ് സന്നിധാനത്തേക്ക് എത്താൻ പറ്റുന്നത്. വരുന്ന വഴിയിലുടനീളം സന്നിധാനത്തേക്ക് വരുന്ന എല്ലാ വഴിയിലുടനീളം തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വലിയ സ്വീകരണവും ആവേശവുമാണ് ലക്ഷങ്ങളുടെ പക്കൽ നിന്ന് ഉണ്ടായത്. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇലവുങ്കൽ ദർശനത്തിന് വച്ചതിന് ശേഷം പ്രഭാത ഭക്ഷണത്തോടു കൂടി അതിനുശേഷമായിരിക്കും ഇവിടെ നിന്നുള്ള യാത്ര പുറപ്പെടുക. തീർത്ഥാടകർക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ, അതോടൊപ്പം തിരുവാഭരണം കണ്ടു തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇലവുങ്കലടക്കമുള്ള വിവിധ ഇടങ്ങളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇലവുങ്കലെത്തിയതിനു ശേഷം ദീപാരാധനയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷമായിരിക്കും അവിടെ പോകുന്നത് എന്നുള്ളതാണ് ആദിത്യൻ ഓമനക്കുട്ടൻ നേരത്തെ അവിടെ നിന്ന് നൽകിയ വിവരങ്ങൾ. ഇപ്പോൾ തീർത്ഥാടകരുടെ ഒഴുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവാഭരണം കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ടും നിരവധി പേരാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വരുന്ന മണിക്കൂറുകൾ ഗതാഗത നിയന്ത്രണത്തിനടക്കം ഒരുക്കേണ്ടതായിട്ട് വരും. കാൽനടയായിട്ടാണ് യാത്ര. ഇവിടെ നിന്ന് വീണ്ടും തുടർന്ന് മുന്നോട്ട് പോകുന്ന ഓരോ സമയത്തും അതിൻ്റേതായ സാധ്യതകൾ കൂടിയുണ്ട്. ആദിത്യൻ ഓമനക്കുട്ടൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. തിരുവാഭരണ ഘോഷയാത്ര ഇലവുങ്കലെത്തിയിരിക്കുകയാണ്. ആളുകളുടെ തിരക്കം വർദ്ധിച്ചു വരുന്നുണ്ട്. ക്രമീകരണങ്ങളെല്ലാം സജ്ജമാണ്. ലാൽ, തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ ഇലവുങ്കൽ എത്തിയിരിക്കുകയാണ്. ഇലവുങ്കലിലെ ഇടത്താവളത്തിലാണ് ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്രയുള്ളത്. ആയിരക്കണക്കിന് ഭക്തർ ഘോഷയാത്രയോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന നൂറുകണക്കിന് ഭക്തർ. വലിയ തിരക്കാണ് ഇലവുങ്കൽ ചെക്ക് പോസ്റ്റിൽ നമുക്കിപ്പോൾ കാണാം. എല്ലാ ഒരുക്കങ്ങളോടും കൂടി, എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളോടും കൂടി തിരുവാഭരണ ഘോഷയാത്ര, പുണ്യയാത്ര പന്തളത്ത് നിന്ന് 2 ദിവസം മുമ്പ് ആരംഭിച്ച യാത്ര ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമാണ്. ഇവിടെ ഭക്തർക്ക് ദർശനത്തിനുള്ള അവസരം ഒരുക്കുകയാണ്. ഇവിടെ ഈ ശബരിപാതയിൽ, ഈ കാനനപാത ആരംഭിക്കുന്ന ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ഭക്തർക്കും, ഇവിടുത്തെ പ്രദേശവാസികളായ ഭക്തർക്കുമൊക്കെ ദർശനത്തിന് അനുമതിയുണ്ട്. ഇവിടെ തിരുവാഭരണ ഘോഷയാത്ര ദർശനം ഉണ്ടാകും. അരമണിക്കൂറോളം ഇവിടെ ഇവർ തങ്ങും. തിരുവാഭരണ ഘോഷയാത്രയുമായി എത്തിയ സംഘം ഇവിടെ തങ്ങിയതിനു ശേഷം പ്രഭാത ഭക്ഷണവും ഇവിടെ നിന്നായിരിക്കും കഴിക്കുക. ഇവിടെ പ്രഭാത ഭക്ഷണവും കഴിച്ചതിന് ശേഷമായിരിക്കും ഇനി പമ്പയിലേക്കും നിലയ്ക്കലേക്കുമുള്ള യാത്ര ഇനി